നമസ്കാരം. ഇന്ന് 7ാമത്തെ ദിവസമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കുന്ന ഈ ഫ്രീ സീരീസ് തുടങ്ങിയിട്ട് ഇന്ന് 7ാമത്തെ ദിവസം. കഴിഞ്ഞ 6 ദിവസവും ഒരുമിച്ച് അതിമനോഹരമായി പഠിച്ചു വന്നു അല്ലെ. ഇന്നപ്പോ ആ പഠിപ്പിച്ചതെല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആര് വന്നാലും അതിമനോഹരമായി ബേസിക്സ്, അതായത് ഫണ്ടമെന്റൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് ഞാൻ മേലെ കാണിക്കുന്നുണ്ട്. അറിയുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 1.5x ഇട്ട് കണ്ടോ, അല്ലെങ്കിൽ നോട്ട്സ് എടുത്ത് എഴുതി പഠിച്ച് റിവൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത് ബേസിക്സ് ആണ്. ഇത് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്താണ്? നമ്മളെ പറ്റിയിട്ടാണ്. എന്താണത്? ഇൻവെസ്റ്റേഴ്സ്. അപ്പോ നമ്മളാണ് ഇൻവെസ്റ്റേഴ്സ്. ഒരു കഥ പറയാം നമുക്ക്. എന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. എന്റെ കയ്യിൽ ഈ പണം എങ്ങനെയാ വന്നത്? ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണം. ഈ പണം എനിക്ക് വളർത്തണം, അതായത് ഗ്രോ ചെയ്യണം. നാളേക്ക് വേണ്ടിയിട്ട്, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ വെൽത്തിനെ കൂട്ടണം, വെൽത്ത് ജനറേറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? പിന്നെ പണിയെടുക്കും അല്ലേ? അങ്ങനെയല്ല, ഇനി ഈ പണത്തെ വളർത്തണം, പണം തനിയെ വളരണം. എന്താ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യാം? ഞാൻ നേരെ പോകുന്നു, ബാങ്കിൽ ഇടുന്നു. ബാങ്കിൽ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടണത്? ബാങ്കിൽ ഞാൻ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ വെക്കുകയാണെന്ന് കരുതിക്കും. അപ്പൊ എത്ര? ഒരു ആവറേജ് ഒരു 4% ആണ് കിട്ടുന്നതെന്ന് കരുതാം. 4% കിട്ടുന്നു. ഞാൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 6% ആണ് ഇൻഫ്ലേഷൻ വരുന്നത്. ഈ 6% ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ 4% സേവിങ്സ് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലാഭകരമാവുന്നത്? അപ്പൊ എന്താ അവിടെ നോക്കുമ്പോൾ കാണുന്നത്? നഷ്ടമാണല്ലേ, ഗ്രോ ആവുമല്ല, നഷ്ടമാണ് സത്യത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് വേറൊരു മാർഗം ഉണ്ടാവും. വേറെ നോക്കുമ്പോൾ നമ്മൾ കാണുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മാർഗം. അപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാണ്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് വിടാം, നമുക്ക് വേറെ ഒരു കാര്യം നോക്കാം, കമ്പനീസിനെ പറ്റിയിട്ട്. നമ്മുടെ കയ്യിൽ പണം ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം വേറെ ഒരു കഥയാണ്. ഇത് കമ്പനീസിന്റെ കഥയാണ്. കമ്പനീസ് അവിടെ ഉണ്ട്. ഈ കമ്പനികൾക്ക് നല്ല കച്ചവടമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, നല്ല പുതിയ മാർക്കറ്റ്സിലേക്ക് ഇറങ്ങണം, പുതിയ പ്രൊഡക്റ്റ് ലൈൻ ലോഞ്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താ വേണ്ട? എക്സ്പാൻഡ് ചെയ്യാൻ പണം വേണം. ആ പണം ആരുടെ കയ്യിലുള്ള? നമ്മുടെ കയ്യിലുള്ള. അപ്പൊ കമ്പനിക്ക് എന്താ പറയുക, ഒരു മാർഗമുണ്ട് പണം റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു 500 കോടി വേണമെന്നാണെങ്കിൽ കമ്പനിക്ക് ഇപ്പം പണത്തിന് ആവശ്യം വരുമ്പോൾ എന്താ ചെയ്യാം? ഒന്നെങ്കിൽ ലോൺ എടുക്കാം, ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ ഒരുപാട് ബേർഡൻസ് ഉണ്ടല്ലേ ലോൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പം വേറൊരു മാർഗം വേണം. ആ മാർഗം എന്താണെന്നറിയോ? അതാണ് കമ്പനീസ് നമ്മളോട്, സാധാരണക്കാരെ ആൾക്കാരോട്, ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ വന്നിട്ട് പറയാം നമ്മളോടും, നിങ്ങൾ നമ്മുടെ കമ്പനിയിൽ പണം ഇട്, നാളെ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യും, നല്ല ലാഭത്തിലാവുമ്പോൾ നിങ്ങൾക്കും അതുവഴി ലാഭം ഉണ്ടാവും, നിങ്ങളുടെ പണം ഗ്രോ ചെയ്യും. എങ്ങനെയാണ് ഈ കമ്പനീസ് നമുക്ക് അവരുടെ ഭാഗം തരുന്നതെന്ന്? ആ ഭാഗം തരുന്നതിന്റെ പേരാണ് ഷെയർസ്. അതായത് ഷെയർസ് നമുക്ക് ഓഫർ ചെയ്യും. എങ്ങനെയാണ് ഷെയർസ് ഓഫർ ചെയ്യാം? ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക, റെഡ് വെൽവെറ്റ് കേക്ക്. ഈ റെഡ് വെൽവെറ്റ് കേക്ക് ആണെങ്കിൽ 1 കിലോയുടെ കേക്കാ. ഈ 1 കിലോയുടെ കേക്കിന് വില എന്ന് പറഞ്ഞാൽ ഒരു 600 രൂപയാണെന്ന് കരുതിക്കോ. ഈ 600 രൂപയിലെ കേക്ക് എനിക്കും വേണമെന്നുണ്ട്. ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ടിങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാളോട് ചോദിക്കാം, അതിന്റെ ഒരു പീസ് എനിക്ക് തരാമോന്ന്. അപ്പൊ എനിക്ക് ആ പീസ് തരികയാണെങ്കിൽ ഒരു 10 എണ്ണമായിട്ടാ വീതിച്ചെന്ന് വിചാരിച്ചു 600 രൂപയുടെ. അപ്പൊ എനിക്ക് ഒരു പീസ് എടുക്കുമ്പോഴത്തേക്ക് റെഡ് വെൽവെറ്റ് കേക്കിന് എത്ര കൊടുക്കണ്ടേ? 600 ഡിവൈഡഡ് ബൈ 10. അപ്പൊ എത്ര വരണേ? 60 രൂപ. അപ്പൊ ഞാൻ 60 രൂപ അയക്ക് കൊടുക്കുന്നു, ആ പീസ് എനിക്ക് തരുന്നു, ഒരു പീസ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു 10% ഓണറായി അല്ലെ. അപ്പോ എന്റെ കയ്യിലും അതിന്റെ ഒരു ഷെയർ ഉണ്ട്. ഷെയർ എന്നാണ് അവിടെ പറയുന്നത് ആ പീസിന്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഷെയർ ഓണറായി. ആ കേക്ക് വാങ്ങിയപ്പോ എന്റെ കയ്യിലും റെഡ് വെൽവെറ്റിന്റെ അയാളുടെ കയ്യിലും ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഓണറായി അല്ലെ. അതേപോലെ തന്നെയാണ് കമ്പനീസിന് ഒരു മൂല്യം ഉണ്ടാവും. റവന്യൂ ഉണ്ട്, ഗുഡ് വിൽ ഉണ്ട്, അവരെന്താ പറയുക, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും കാര്യങ്ങളും റിസ്ക് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ശേഷം ഒരു വാല്യുവേഷൻ വരും കമ്പനിക്ക്. ആ വാല്യുവേഷൻ അനുസരിച്ച് അവര് കമ്പനിയുടെ ഷെയറിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പം 500, 100, 1000 എത്രയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് സിമ്പിൾ നമ്പർ വെക്കാം. നമുക്ക് 100 എടുക്കാം. 100 ഷെയർസ് നമ്മൾ എടുക്കാം. ഇപ്പം ഒരു കമ്പനിയുടെ വില 1 ലക്ഷം രൂപയാണ്. ആ വാല്യുവേഷൻ പല കാര്യങ്ങളും മെട്രിക്സ് നോക്കിയതിന് ശേഷം 1 ലക്ഷം രൂപയുടെ കമ്പനിയാണ്. അപ്പൊ ഈ 1 ലക്ഷം രൂപയുടെ കമ്പനി നമ്മൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഷെയറിന്റെ വില എത്രയാണ് വരുന്നത്? ഒരു പീസിന്റെ വില 100 ആയിട്ട് 1 ലക്ഷത്തിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 രൂപ. ഈ 1000 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളോട് കമ്പനി പറയും, നമ്മുടെ കമ്പനി ഇത്ര 100 ആയിട്ട് വീതിച്ചിട്ടുണ്ട്, ഒരു ഷെയറിന്റെ വില 1000 രൂപ. അപ്പൊ 1000 രൂപ നമ്മൾ കമ്പനിക്ക് കൊടുത്താൽ കമ്പനി നമുക്ക് ആ ഒരു പെർസെന്റേജ് നമ്മുടെ പേരിലാക്കി തരും. മനസ്സിലായോ? ഇതാണ് ഷെയർസ് എങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? സിമ്പിൾ ആണ്. എന്താണ്? ഒരു വാല്യുവേഷൻ ഉണ്ടാവും. ആ വാല്യുവേഷൻ നമ്മൾ സ്പ്ലിറ്റ് ഫോർമേഷൻ, സ്റ്റോക്ക് ഫോർം ചെയ്യുമ്പോൾ ഒരു നമ്പർ ഉണ്ടാവും, ഇത്രയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന്. ആ ഡിവിഷൻ വെച്ചിട്ട് നമുക്ക് ഒരു പീസിന് ഇത്ര രൂപ എന്ന് അക്കോമഡേറ്റ് ചെയ്ത് തരികയാണ്. ഇപ്പൊ ഷെയർസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിന് ആദ്യമായിട്ട് കമ്പനീസ് നമ്മളേക്ക് ഷെയർസ് ഓഫർ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന്റെ പേരാണ് IPO.
IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് പറയാണ് ഇത്ര രൂപയാണ് ഷെയർസിന്, ഇത്ര ഷെയർസ് ഉണ്ടാവും, വേണമെന്നവർക്ക് ഈ റേറ്റിൽ വാങ്ങാമെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും IPOക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഷെയർസ് അലോട്ട് ആവുന്നു, നമ്മുടെ പേരിലേക്ക് ഷെയർസ് ആവുന്നു, അവർക്ക് പൈസ പോകുന്നു, കമ്പനിയും ഹാപ്പി, നമ്മളും ഹാപ്പി. അവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടായി അല്ലേ? അപ്പൊ ഇത് എവിടെയാണ് നടക്കണത് സത്യത്തില്? എവിടെയെങ്കിലും ഇങ്ങനെ പബ്ലിക് സ്പേസിൽ നമ്മൾ പോയിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സൂട്ട് കേസ് കൈമാറുന്നു, ആ പേപ്പേഴ്സ് ഇങ്ങനെ വാങ്ങുന്നു, അങ്ങനെയല്ലല്ലോ. നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു സിസ്റ്റം ഉണ്ട്. ഇത് നടക്കുന്നത് ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഈ വിക്കൽ വാങ്ങലുകളൊക്കെ ഇല്ലേ? ഷെയർസ് വാങ്ങുന്നു, കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നു, നമ്മൾ പണം കൊടുക്കുന്നു, ഷെയർസ് നമ്മുടെ അക്കൗണ്ടിലാകുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് NSE, മറ്റൊന്ന് BSE. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ. അപ്പൊ ഇവിടെയാണ് പിന്നെ ജസ്റ്റ് ഒരു മാർക്കറ്റ് ആയിട്ട് കരുതിയാൽ മതി, നമ്മുടെ പച്ചക്കറി മാർക്കറ്റോ മീൻ മാർക്കറ്റ് അതേപോലെ കരുതിയാൽ മതി. പക്ഷെ ഇവിടെ വിൽക്കുന്നത് ഷെയർസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കമ്പനീസും ഉണ്ടാവും, ഇവിടെ നമ്മളെ പോലെ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും. നമുക്ക് വേണമെന്നത് വാങ്ങുന്നു. പക്ഷെ ഇവിടെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങാൻ പറ്റില്ല. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾക്കും നമ്മൾ ഇൻവെസ്റ്റേഴ്സിനും സ്റ്റോക്ക് മാർക്കറ്റും ഇടയിലും നിന്നുകൊണ്ട് നമുക്ക് ഈ ട്രേഡ്സ്, അതായത് ഈ ബൈയും സെല്ലിംഗ് ഒക്കെ ഇല്ലേ, ഷെയർസ് വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയൻ, അതാണ് ബ്രോക്കേഴ്സ്. അവിടെയാണ് ബ്രോക്കേഴ്സ് വരുന്നത്. അപ്പൊ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ആപ്പാണ്. ഈ ആപ്പിൽ നമ്മൾ പോകുന്നു, അവിടെ ഏത് ഷെയറാണ് വേണം. നമ്മൾ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞില്ലേ, ബേക്കറിയിൽ നേരെ പോയി കിച്ചണിൽ കയറി കേക്ക് എടുക്കോ? ഇല്ല, കൗണ്ടറിൽ പോയി പറയും. ആ കൗണ്ടറാണ് നമ്മുടെ ഈ ആപ്പ്. ഈ ആപ്പിനകത്ത് പോകുന്നു, ഏത് സ്റ്റോക്കാ വേണ്ടത്. റെഡ് വെൽവെറ്റ് നമ്മൾ പറഞ്ഞില്ലേ, എത്ര പീസാ വേണ്ടേ? എനിക്കൊരു 10 ക്വാണ്ടിറ്റി റെഡ് വെൽവെറ്റ് വേണം. അതേപോലെ തന്നെ സ്റ്റോക്കിന്റെ പേര് റെഡ് വെൽവെറ്റ്, ഇത്ര പീസ് വേണമെന്ന് അടിച്ചു കൊടുത്തിട്ട് ബൈ ഞെക്കുന്നു. അപ്പൊ നമുക്ക് എവിടുന്നാണ് വേണ്ടത്? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന സാധനം നമുക്ക് പർച്ചേസ് ചെയ്ത് തരുന്ന ആ കൗണ്ടറാണ് ബ്രോക്കേഴ്സ്. നമ്മൾ ആപ്പിൽ കയറുന്നു, ഏതാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ബൈ സെല്ല് ഞെക്കുന്നു. ഇതാണ് ബൈ ആണെങ്കിൽ നമ്മൾ ബൈ ഞെക്കുന്നു, അത്രയേ ഉള്ളൂ, നമ്മുടെ പേരിലേക്കായി. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളിപ്പോ പറഞ്ഞ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. ഈ ബ്രോക്കേഴ്സിന് 2 തരത്തിലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? അതാണ് ഡിസ്കൗണ്ട് ബ്രോക്കറും മറ്റൊന്ന് ഫുൾ സർവീസ് ബ്രോക്കറും. ഇവർ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആകുമ്പോൾ ഇവർ നമുക്കൊരു ടീം പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈഡൻസും റെക്കമെൻഡേഷൻസും, ഏത് ഷെയർസ് വാങ്ങണം, വിൽക്കണം, ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമിനെ പോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ്. മനസ്സിലായോ? ഇത് മെയിൻലി ബാങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ICICI അല്ലെങ്കിൽ HDFC ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സർവീസ്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് നമുക്ക് തരുന്നത് ഒരു ആപ്പ് മാത്രമാണ് ഇവരുടെ. ഈ ആപ്പിനകത്ത് നമ്മൾ തന്നെ അനാലിസിസ് ചെയ്ത് നമ്മൾ തന്നെ ബൈ ചെയ്യണം. നമ്മുടെയാണ് പൂർണ്ണമായിട്ടുള്ള വർക്ക്. കൗണ്ടറാണ്, നമ്മൾ ജസ്റ്റ് പറയാം ഏത് വേണം, നമ്മളെ ഹെൽപ്പ് ചെയ്യൂല, ഇത് ചൂസ് ചെയ്ത് നല്ലതാണ് അതാണ്, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. അപ്പൊ മെയിൻ ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ വാങ്ങുന്ന ഫീ എത്രയാണെന്നറിയോ? 20 രൂപയാണ്. അപ്പോൾ ഫുൾ സർവീസ് ബ്രോക്കറോ അവർ അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ട്രേഡ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ 0.3% മുതൽ 1% വരെ, അതായത് 300 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ ഒരു ട്രേഡിനോ, ഒരു ബൈക്കോ ഒരു സെല്ലിനോ അവർ ഈടാക്കും. മറ്റേ അടുത്താണെങ്കിലോ 20 റുപ്പീസ് ഫ്ലാറ്റ്, അല്ലെങ്കിലോ 0.3 അല്ലെങ്കിൽ 1 അതിനിടയ്ക്ക് ഏതെങ്കിലും അവരെടുക്കുന്നുണ്ട്. അതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതിനകത്ത് ഇനി വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയോ? നമ്മൾ ഈ ബൈയും സെല്ലും ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ Gmail വഴിയാണ് ഈ ലോഗിൻ ചെയ്യുന്നത് ബ്രോക്കേഴ്സിൽ അല്ല. അതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് വേണം അല്ലേ? ആ അക്കൗണ്ട് ഒന്നല്ല 2 വരുന്നത്. അതൊന്ന് പറയുകയാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടും മറ്റൊന്ന് ട്രേഡിംഗ് അക്കൗണ്ടും. ഇത് ഫസ്റ്റ് ഞാൻ ഡിമാറ്റിനെ പറ്റി പറയാം, അപ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാവും. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഷെയർസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്. അതായത് ഒരു കാർഡ് പോലെ, ഞാൻ മേലെ കാണിക്കുന്നുണ്ട് ഫോട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാതെ കത്തിപ്പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പലരും കണ്ടിട്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം, പണ്ടേ ഗ്രാൻഡ് ഫാദർ മേടിച്ചു വെച്ചിരുന്നത് ഇപ്പോഴാണ് നമ്മൾ കണ്ടെടുത്തത്, അവിടെ കിടക്കാനും ഇവിടെ കിടക്കാനും. അവർക്കൊക്കെ അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ടെക്നോളജി വളർന്നപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഡീമെറ്റീരിയലൈസ് ചെയ്തു, അതിനെ ഡിജിറ്റലാക്കി. അതാണ് ഡിമാറ്റ്, അതായത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാക്കി. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ഷെയർസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡിജിറ്റൽ ലോക്കറാണ്, ഒരു ഡിജി ലോക്കറാണ്. ഷെയർസിനും സെക്യൂരിറ്റീസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡിജി ലോക്കറാണ് നമ്മുടെ ഡിമാറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കാനുള്ള ലോക്കർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഷെയർസ് വാങ്ങുന്ന ബ്രോക്കർ വഴിയാ. ഈ ബ്രോക്കർ വഴി വാങ്ങണമെങ്കിൽ Gmail വെച്ചുള്ള അക്കൗണ്ട് അല്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് നമ്മൾ ഈ ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്ന നമ്മൾ ബൈ സെല്ല് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞ ആപ്പിൽ ആ പ്രോസസ്സ് ചെയ്യുന്ന അക്കൗണ്ട് ആണ്
ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഷെയർസ് വാങ്ങാൻ പറ്റില്ല. നമ്മൾ വാങ്ങിയ ഷെയർസ് സൂക്ഷിച്ചു വെക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഇത് വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് നമ്മൾ ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്നത്. വാങ്ങിച്ച സാധനം സൂക്ഷിച്ചു വെക്കുന്ന അലമാര മാത്രമാണ് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട്. മനസ്സിലായോ? നമ്മുടെ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിലെ അക്കൗണ്ട് വഴിയല്ലേ നമ്മൾ വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഇവിടെ അലമാരയിലാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തത് നമുക്കൊരു കാര്യമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇത്രയും പറയുമ്പോഴും ഇതൊക്കെ സേഫ് ആണോ സത്യത്തിൽ? ഇതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ഒരു പോലീസുകാരൻ വേണ്ടേ? ആ പോലീസുകാരന്റെ പേരാണ് SEBI, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും നമ്മൾ ഈ പറഞ്ഞ ബ്രോക്കേഴ്സിനെയും എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ, റെഗുലേറ്റഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ, ഇത് ഫെയർ ആണോ എല്ലാവർക്കും എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ബോഡിയാണ് സെബി. അതാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് എഴുതി വെച്ചോ, പഠിച്ചോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെബി എന്ന് ആലോചിച്ചാൽ മതി, ഫുൾ ഫോം ഒന്നും ആലോചിക്കണ്ട. അപ്പോൾ ഇതാണ് സെബിയുടെ പരിപാടി. ഇവര് പോലീസാണ്, ഇവരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പോലീസ് എന്ന് മനസ്സിലാവാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവരാണ് റെഗുലേറ്ററി ബോഡി. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും നമ്മൾ ഈ പറഞ്ഞ മൊത്ത കാര്യങ്ങളും അവരാണ് എല്ലാവർക്കും വേണ്ടി ഫെയർ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിനകത്ത് ഒരു കാര്യം നോക്കിയാലോ. അതാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ, മാർക്കറ്റ് പൊങ്ങി, മാർക്കറ്റ് താന്നു. ഇതിനൊക്കെ ഒരു പേരുകളുണ്ട്. മാർക്കറ്റ് മേലേക്ക് കയറുമ്പോഴും മാർക്കറ്റ് ഇറങ്ങുമ്പോഴും ഒക്കെ ആ പേരെന്തൊക്കെയാണെന്നറിയോ? അതാണ് ബുൾ മാർക്കറ്റും ബിയർ മാർക്കറ്റും. നമ്മുടെ മാർക്കറ്റിൽ രണ്ട് കണ്ടീഷൻസ് വരുന്നത്. എന്താണ്? ബുള്ളിഷ്നെസ്സും ബെയറിഷ്നെസ്സും. അപ്പോൾ ഈ ബുള്ളിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആണ്. ഷെയർസിന്റെ പ്രൈസ് മേലേക്ക് കുതിച്ചുയരുകയാണ്. കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും പൈസ ഇടും. എക്കോണമിയിൽ വിശ്വാസം വന്നിട്ട് പണം ഇട്ടിട്ട് മാർക്കറ്റിന്റെ പ്രൈസ്, ഷെയർ പ്രൈസുകളൊക്കെ മേലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. അപ് ട്രെൻഡിലാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ബുള്ളിഷ്നെസ്, ബുൾ മാർക്കറ്റ് എന്ന് പറയും. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, എല്ലാവരും പെസിമിസം ആണ് കാണിക്കുന്നത്. എല്ലാവർക്കും പേടിയാണ്. ഇവിടെ മാർക്കറ്റ് ഇടിയോ, വാറാണ്. കോവിഡ് ഒക്കെ വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഇടിഞ്ഞു. അതിന്റെ പേരാണ് ബെയർ മാർക്കറ്റ്, അല്ലെങ്കിൽ ബെയറിഷ്നെസ് ആണ് മാർക്കറ്റിൽ. ഡൗൺ ട്രെൻഡ് ആണ് മാർക്കറ്റിൽ, ഡൗൺ ട്രെൻഡ്. അതാണ് ബെയർ മാർക്കറ്റ്. ഞാനൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, സിമ്പിൾ ആയിട്ട് എപ്പോഴും നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ബുള്ളാണ്, എക്കണോമിക് ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ പണം മാർക്കറ്റിലേക്ക് ഒഴുകും. എല്ലാവരും ബൈ ചെയ്യും. ഇതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ബൈ ചെയ്യും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ് മാർക്കറ്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക, കോവിഡ് എന്തെങ്കിലും വരുവാണെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഓപ്പോസിറ്റാ, പാനിക് ആയിട്ട് എല്ലാം വിറ്റെറിഞ്ഞിട്ട് പോകും. എല്ലാവരും രക്ഷപ്പെട്ടു പോകും. മാർക്കറ്റ് ഇടിയാണ്, നഷ്ടത്തിലാകാൻ പോകണം, ദാരിദ്ര്യം വരാൻ പോകണം, ഇതാണെന്ന് പറയും, റെസഷൻ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇട്ടിട്ട് പോകും. എല്ലാം വിറ്റ് ഒഴിവാക്കും. അപ്പൊ മാർക്കറ്റ് ഇടിയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ടും മാർക്കറ്റിന്റെ ഭാഗമാണ്. ഇത് രണ്ടും മാർക്കറ്റിന്റെ സൈക്കിളിന്റെ ഭാഗമാണ്. ബുള്ളിഷ്നെസ്സും ബിയറിഷ്നെസ്സും മാർക്കറ്റിൽ ഉണ്ടാവും. ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ എക്കണോമിയിൽ ഓരോ ഇവന്റ്സ് വരുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. മാർക്കറ്റ് ഒരിടത്ത് കൺസോളിഡേറ്റ് ആയിട്ട്, അതായത് ഇങ്ങനെ നിൽക്കില്ല അവിടെ. അത് എപ്പോഴും മൂവ് ചെയ്യും, ഒന്നെങ്കിൽ മേലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ആണ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി പഠിച്ചു. ഷെയർസിന്, കമ്പനീസിന് ആവശ്യം വന്ന പണം വേണം, എങ്ങനെ റേസ് ചെയ്യും, ലോൺ എടുക്കാണ് നമ്മളോട് ചോദിക്കും. ഷെയർസിനെ പറ്റി പഠിച്ചു. IPO എങ്ങനെയാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ആദ്യമായിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്. പിന്നെ ഷെയർ മാർക്കറ്റിലാണ് ഷെയർസ് നമുക്ക് തരുന്നത്. ഏതൊക്കെ ഷെയർ മാർക്കറ്റ്സ് ഉള്ളത് നാട്ടിൽ? നമ്മുടെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏതൊക്കെയാണ് ഉള്ളത്? അതാണ് NSE, BSE. പിന്നെ നമ്മൾ പഠിച്ചു ബ്രോക്കേഴ്സിനെ പറ്റി, ടൈപ്പ് ഓഫ് ബ്രോക്കേഴ്സിനെ പറ്റി പഠിച്ചു. ഏതൊക്കെ ബ്രോക്കേഴ്സ് ഉള്ളത്, അവരുടെ ഡിഫറൻസിനെ പറ്റി പഠിച്ചു. എന്നിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? സെബിയെ പറ്റി പഠിച്ചു അല്ലേ? സെബി പോലീസ്, നമ്മുടെ ഇതെല്ലാം നോക്കി നടത്തുന്ന പോലീസാണ് സെബി എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ബുൾ മാർക്കറ്റ് എന്താണ്, ബിയർ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഈ പറഞ്ഞ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടിനെ പറ്റി പഠിച്ചപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അതാണ് NSDLും CDSലും. ഇവർ രണ്ടുമാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ, അതായത് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ലോക്കർ എന്ന് പറയില്ലേ. ലോക്കറൊക്കെ ആരാ പണിയുന്നത്? ഗോദ്രേജ് ലോക്കർ പണിയില്ല. അതേപോലെ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കുന്ന ഡെപ്പോസിറ്ററീസ് ഉണ്ട്, CDSലും NSDLും. ഇവർ രണ്ടുമാണ് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന, ഡിമാറ്റ് അക്കൗണ്ട് സൂക്ഷിച്ചു വെക്കുന്ന ഡെപ്പോസിറ്ററീസ് ആണ് NSDLും CDSലും. മനോഹരമായിട്ട് പഠിച്ചില്ലേ? സിമ്പിൾ ആയിട്ട് അതും കവർ ചെയ്തു. വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. അപ്പൊ ഇനി ഞാൻ ഇപ്പോഴും പറയണം, ആരും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട് വെറുതെ അടിച്ച് സ്കിപ്പ് ചെയ്ത് പോവരുത്. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണുക, എഴുതി വെക്കുക, റൗണ്ട് ചെയ്യുക. മനസ്സിലാവാത്ത പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കുക. കാരണം ഇത് ഫണ്ടമെന്റൽസ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഏതൊരാളും അറിഞ്ഞിരിക്കണം. നമ്മൾ ഇന്ന് പറഞ്ഞ 6 വയസ്സുകാരനും 60 വയസ്സുകാരനും മനസ്സിലാവുന്ന പോലെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഇനി മനസ്സിലായില്ല, റിപ്പീറ്റ് അടിച്ച് കാണാൻ മനസ്സിലാവുന്നതാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയാ മറക്കരുത്. കാരണം ഇത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇമ്പ്രൂവ് ആക്കാൻ പറ്റൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് നമ്മൾ വളരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
വേണമെന്നവർക്ക് നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനിയും വീഡിയോസ് കാണാം. ഷോർട്ട് ഫോമിൽ നമ്മൾ ഇതേപോലെ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഇട്ട് തരും. പിന്നെ നമ്മൾ ലോങ് ഫോമിൽ ആഴ്ച ഇതേപോലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതിമനോഹരമായിട്ട് പഠിക്കണം. വി വിൽ അച്ചീവ് ഫൈനാൻഷ്യൽ ലിറ്ററസി, വി വിൽ അച്ചീവ് ഫൈനാൻഷ്യൽ ഫ്രീഡം. വി വിൽ ഗ്രോ ടുഗദർ, വി വിൽ ലേൺ ടുഗദർ ആൻഡ് വി വിൽ അച്ചീവ് ടുഗദർ. ആൻഡ് സോ ഇറ്റ്സ് മീ അഫ്രീൻ സിയാദ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ. അതുവരേക്കും പഠിക്കാൻ മറക്കണ്ട, പഠിച്ചോ, സെറ്റ് ആക്കാം നമുക്കെല്ലാം. ഓക്കെ, ബൈ.